ഹായ് ഗൈസ്, നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു. നമ്മൾ ടോണീന കണ്ണപുരം അവനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം വീട്ടിൽ വരാം. ട്രെയിനിങ് എന്താണ് നമ്മൾ ഇവനെ പഠിച്ചതെന്ന് നമുക്ക് ഇവനെ കാണിച്ചു കൊടുക്കണം. ഇവൻ അത്ര പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇവൻ്റെ ഓണർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അവരെയും കൂടി പഠിപ്പിച്ചിട്ട് നമ്മളിന്ന് പോകും. ഓക്കെ ഓക്കെ വീട്ടിലെത്തിയുണ്ടാ? ഓക്കെ വീട്ടിലെത്തിയതിൻ്റെ സന്തോഷം. സീറ്റ് സീറ്റ് ഓക്കെ എന്നാ വാ. അപ്പോൾ ഇവനെ ഒന്ന് ഫുഡ് കൊടുക്കണം ഫസ്റ്റ്. ഒരു മാസം എന്തായാലും നമ്മൾ ട്രെയിനിങ്ങിന് എന്തായാലും ഒരു മാസം. ഓക്കെ 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 ഒരു ചെറിയ വർഷം കൊടുത്താൽ മതി. പക്ഷെ ഒരു മാസം നമ്മൾ എന്തായാലും ഫുഡ് കൊടുത്തിട്ട് തന്നെ ട്രെയിനിങ് ചെയ്യണം, എന്നാലേ എന്തായാലും പഠിക്കും. അപ്പോൾ ആരെ എൻ്റെതാ, എൻ്റെ പേര് അനീഷ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ സിറ്റ്. ഇങ്ങനെ ഒരു ഫുഡ് കൊടുത്തു. നേരെ ഡൗൺ, ഇവിടെ ഒരു ഫുഡ് കൊടുക്കാം. സ്ലീപ്പ്, ഇങ്ങനെ ഇവിടെ ഫുഡ് കൊടുക്കാം. റോൾ, ഇവിടെ ഒരു ഫുഡ് കൊടുക്കാം. ഓക്കെ. ഇനി ഇപ്പൊ ഫ്രണ്ടിലുള്ള ഡോഗിന് സിറ്റ്. ഇടത്ത് ഭാഗത്താണ് നമ്മൾ എപ്പോൾ എടുത്തിട്ടുണ്ട്. അതിന് ഹീൽ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹീൽ വേണ്ട. ഇവിടെ ഒരു ഫുഡ് കൊടുക്കും. ഇത് നമ്മൾ നടക്കാനെല്ലാം പോകുമ്പോൾ എപ്പോൾ ഇടത്ത് ഭാഗത്തായിരിക്കണം ഡോഗ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലത്ത് കൈമേൽ ഇങ്ങനെ ലീഷ് ഒരു ഐറ്റിന് പിടിച്ച് ഓക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നായ ഒരിക്കൽ പുള്ളി ചെയ്ത് മുന്നോട്ട് പോവാതെ കറക്റ്റ് നടക്കാം. തിരിഞ്ഞു നിന്ന് ഓക്കെ പെർമിഷൻ കൊടുത്ത് നോ. ജസ്റ്റ് ഒരാളെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ കമന്റും കൂടി അത് ആഡ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ സിറ്റ്. ഇനി ഡോഗിനെ എപ്പോഴും നമുക്കിപ്പോൾ ആവശ്യം എപ്പോൾ സ്റ്റേ ആണ്. അപ്പോൾ സ്റ്റേ നമ്മളെപ്പോൾ ഫ്രണ്ടിൽ വന്നത് സ്റ്റേ ഈ കൈ, അതായത് ഇങ്ങനെ സ്റ്റേ. തിരിച്ച് വന്നിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചെറിയൊരു ഫുഡ് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഒരു സ്റ്റേ കൂടി പറയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ ഇനി അടുത്തത് റീകോളാണ്. എപ്പോ വിളിച്ചാ വരണ്ടേ. അപ്പൊ അതിന് ഓക്കെ എപ്പോ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കണം. സിറ്റ്. ഫ്രണ്ടിൽ വന്ന ഡോഗിനെ എപ്പോ ഹീൽ. നമ്മൾ എപ്പോ നടക്കാൻ പോകുമ്പോൾ ഹീലല്ലേ. അപ്പൊ കൈ ജസ്റ്റ് ഇടത്ത ഭാഗത്ത് കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഹീൽ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം. ടോണി കം സിറ്റ്. നേരെ സ്റ്റേ ഡൗൺ, സ്ലീപ്പ് സ്ലീപ്പ്. ഓക്കെ റോൾ. നോ നോ. ഒന്നും കൂടെ സ്ലീപ്പ് ആക്ക്. സ്ലീപ്പ്. നോ നോ. സിറ്റ് സിറ്റ്. നേരെ ഡൗൺ ഡൗൺ. അവിടെ ഒരു ഫുഡ് കൊടുക്ക്. സ്ലീപ്പ്. അവിടെ ഒരു ഫുഡ് കൊടുത്തോ. ഓക്കേ റോൾ റോൾ റോൾ. യെസ്. അവിടെ ഒരു ഫുഡ് കൊടുക്ക്. ഇനി ഗെറ്റപ്പ്. ആ വിട്ടാ സാറല്ല. ഇനി നേരെ ഗെറ്റപ്പ്. ഗെറ്റപ്പ്. ഓക്കെ ഓക്കേ. അവിടെ ഇരുത്തി. സിറ്റ് ഡൗൺ. ഓക്കെ. ഇനിയിപ്പോ ഹീൽ. ഓക്കേ. ഇടത്തെ കൈ. ടോണി ഹീൽ. നോ ഹീൽ. മനസ്സിലായി. ഒന്നും കൂടി ഹീൽ. എന്താവത്തെ ഇല്ല. ഒന്നും കൂടി ഇടത്തെ കൈ കറക്റ്റ് ആയത് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടി കാണിച്ചു കൊടുക്കും. ഹീൽ. തിരിച്ചു നോക്ക്. സിറ്റ്. ഓക്കെ ഓക്കേ ഓക്കേ. ഫ്രണ്ടിൽ ഇരുത്തേന്. കം ഹിയർ. സിറ്റ്. ഗുഡ് ഓക്കേ ഗുഡ് ബോയ്. ഓക്കെ അല്ലേ. സ്റ്റേ പറയണ്ടേ. നമുക്ക് ഹീലിൽ ഇരുത്തിയിട്ട് സ്റ്റേ പഠിപ്പിക്കാം. അപ്പൊ ഹീലിലാക്കണം ഇടത്തെ കൈ. ഫുഡ് തീർന്ന ഓക്കേ ഹീൽ. കറക്റ്റ് ആകട്ടെ. ഒന്നും കൂടി ഹീല് കാണിക്ക്. ബാക്കിൽ തന്നെ ഹീല്. അവിടെ തന്നെ മതി. ഓക്കേ കം സിറ്റ്. ഓക്കേ കം ഹീൽ. നോ നോ ഹീൽ. Okay, sit. Yes.
സ്റ്റേ പറഞ്ഞു. സ്റ്റേ. മുന്നിൽ Stay. സ്റ്റേ. ആ പോയി ഫുഡ്. സ്റ്റേ. റീകോൾ ചെയ്തോ. ഓക്കെ ഓക്കെ കം കം. ഫ്രണ്ടിൽ ഇരുത്തണേ. സിറ്റ് സിറ്റ് No. സിറ്റ്. നോ സിറ്റ്. യെസ്. യെസ്. ഡോഗ് ഒരിക്കലും ഫ്രണ്ട് കയറാൻ നിൽക്കണ്ട. ഫ്രണ്ട് കയറാതെ നോക്കണം. ഓക്കെ തിരിഞ്ഞോ. ഓക്കെ. നടന്നോ. ഹീൽ. സിറ്റ് സിറ്റ്. ഓക്കെ നടന്നോ. ഓക്കെ. തിരിക്കട്ടെ. ആ തിരിഞ്ഞോ. നടന്നോ. ഇനി അവിടെ നിന്നോ. സിറ്റ് പറ. സിറ്റ്. ഒരു ഫുഡ് കൊടുത്ത്. ഓക്കെ നമുക്ക് കൂട്ടിലും കൂടി ഗെറ്റിനൊന്ന് നോക്കാം. ഒന്ന് ഗെറ്റിനാക്കി വെക്കാം. ഗെറ്റ് ഇൻ. ഓക്കെ ആടെ ഒരു ഫുഡ് കൊടുത്തേ. സിറ്റ് സിറ്റ് സിറ്റ്. ടോണി സിറ്റ്. ഓക്കെ സ്റ്റേ. ആ കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം. തിരിച്ചു പോയിട്ട് ഒരു ഫുഡ് കൊടുക്ക്. സ്റ്റേ. ഓക്കെ ആയില്ലേ. നമുക്ക് പിന്നെ വിശ്രമം കൊടുക്കാം അല്ലേ. ആ അപ്പോൾ നമ്മളെ ഹാംസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഗുഡ് ബെറ്റർ ബെസ്റ്റ്. ആക്ച്വലി ഇവിടുന്ന് പോകുന്ന സമയത്ത് മേത്തൊക്കെ കയറി ഭയങ്കര ആരോഗ്യം ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല കാമാണ്. പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും നമ്മളെ ട്രെയിനിങ് അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാന്ന് ഒരിക്കലും അല്ല. പറയാൻ പാടില്ല. ഒരിക്കലും അല്ല. അല്ലേ. നമുക്ക് എന്തായാലും നിങ്ങൾ കുറെ പൈസ ചെലവാക്കിയിട്ടാണ് ഇതിപ്പോ ചെയ്യുന്നത്. ഡോഗിനെ വാങ്ങാൻ തന്നെ കുറെ പൈസയായി. അപ്പൊ നല്ല രീതിയിൽ അനുസരണയുള്ള ഡോഗിനെ തരിക, അതാണ് നമ്മളെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ എപ്പം വിളിക്കാം. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരിയാക്കി തരും. എപ്പം എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. നമ്മളിപ്പോ നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റിക്കോ ഇനി എന്താ വേണ്ടതെന്ന് എപ്പോൾ എന്തായാലും വിളിച്ചു ചോദിക്കണം എങ്ങനെയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ നിങ്ങൾ രാവിലെ തന്നെ കൂട്ടിനെടുക്ക വരിക. ഒരു 6 മണി 7 മണി നിങ്ങൾക്ക് ഏത് സമയം ഉണ്ടാവുക? രാവിലെ 6 മണിക്ക് നിങ്ങൾ വരിക. ലീഷ് ഇടുക, പുറത്തിറക്കുക, എന്നിട്ട് അപ്പിടാൻ പോവാ, ട്രെയിനിങ് ചെയ്യുക, ഫുഡ് കൊടുക്കുക, കൂട്ട് കയറ്റുക. വൈകുന്നേരം അങ്ങനെ തന്നെ 2 നേരം ഇറക്കിയാൽ മതി. അപ്പൊ പിന്നെ ഇതൊരു ശീലമായിരിക്കും. ഒരു മാസം നമ്മളിപ്പോ 1 മാസം ട്രെയിനിങ് ചെയ്തേ, ഒരു 6 മാസം കണ്ടിന്യൂ ചെയ്താൽ അടിപൊളിയായിരിക്കും.